വടകര എം പി ഷാഫി പറമ്പിൽ ജനങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്നും സ്ത്രീ പീഡകനെ എല്ലാ കാര്യങ്ങളും മറച്ചുവെച്ച് തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ച എം പി വടകരക്കാരോട് മാപ്പ് പറയണമെന്നും ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ. പ്രവർത്തകർ തന്നെ ഇവരെ ചെരുപ്പൂരിയടിക്കുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന MA ഷഹനാസ് കോഴിക്കോട്ടുകാരി പറഞ്ഞിരിക്കുന്നത് അവർക്കെതിരെയും ഇത്തരത്തിലുള്ള അശ്ലീല മെസ്സേജുകൾ അയക്കുക, അവർക്കെതിരെയും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം തന്നെ ഷാഫിയോട് പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക്, പാലക്കാട് അന്ന് MLA ആയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അടുത്തതായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഗണിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ഈ വിഷയങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന MA ഷഹനാസ് ഷാഫിയെ അറിയിച്ചിരുന്നു. ഷാഫിക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലൈംഗിക വൈകൃതമുള്ള ആളാണ് എന്നും നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ KSU കാലം മുതൽക്കേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള എല്ലാ ബോധ്യവും ഷാഫിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് തൻ്റെ പിൻഗാമിയായി ഷാഫി രാഹുലിനെ പ്രഖ്യാപിക്കുന്നത്. താൻ MLA സ്ഥാനം ഒഴിയുന്ന സ്ഥലത്ത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് അവിടെ വിജയിപ്പിച്ച് തൻ്റെ പിൻഗാമിയായി ഷാഫി രാഹുലിനെ പ്രഖ്യാപിക്കുകയാണ്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമല്ല, താൻ സ്ഥാനമൊഴിയുന്ന MLA സീറ്റിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു ഷാഫിക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തിയത് ഷാഫിയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരം എല്ലാ ഏർപ്പാടുകൾക്കും അതിനൊത്താശ ചെയ്തു കൊടുത്തത്, കൂട്ടുനിന്ന് കൊടുത്തത്, അതിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് ഷാഫിയാണ്. വടകരക്കാരോട് ഷാഫി പറമ്പിൽ MLA മാപ്പ് പറയണം. ഇത്തരത്തിൽ അധാർമികനായിട്ടുള്ള ഒരു മനുഷ്യനെ, ഇത്തരം സ്ത്രീലംബടനായിട്ടുള്ള ഒരുത്തനെ, അയാളെ സംരക്ഷിച്ചു നിർത്തിയ, അയാളുടെ മെൻറ്ററായി പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ വടകരയിലുള്ള വോട്ടർമാരോട് മാപ്പ് പറയണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആളാണ്. എനിക്ക് ശേഷം ആര് പ്രസിഡന്റ് ആകണം എന്നുള്ളത് ഞാനാണോ കണ്ടെത്തുന്നത്? എൻ്റെ പാർട്ടിയാണ് കണ്ടെത്തുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിലും അങ്ങനെ തന്നെയായിരുന്നു. എന്താണ്, പാർട്ടിയാണ് തീരുമാനിച്ചിരുന്നത് ആര് ഭാരവാഹിത്വത്തിലേക്ക് വരണമെന്നുള്ളത്. പക്ഷേ ഷാഫി പറമ്പിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷാഫി പറമ്പിലാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം ഒഴിയുമ്പോൾ ആര് പ്രസിഡന്റ് ആകണമെന്നുള്ളത് ഷാഫി പറമ്പിൽ തീരുമാനിക്കും. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർക്ക് അതിലൊരു റോളുമില്ല. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശിച്ചത് വേറെ ആരുടെയൊക്കെയോ പേരുകളാണ്. ആ പേരുകൾ പോലും പരിഗണിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഷാഫി പറയുന്നതാണ് കോൺഗ്രസിൻ്റെ അവസാന വാക്ക് എന്ന നിലയിലേക്ക് പോയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിലാണ്. ഫാരിസ് നാലപ്പാട് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ, അവിടുത്തെ കോൺഗ്രസിൻ്റെ ഭാരവാഹി, ആ ഫാരിസ് നാലപ്പാടും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെയും സംരക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബാംഗ്ലൂരിൽ ഒഴിവിൽ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം ചെയ്തു കൊടുത്തത് ഷാഫി പറമ്പിലും ഇതേ ഫാരിസ് താലപ്പാടുമാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്നത്. അതിൻ്റെ താല്പര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിക്കുന്ന സമയത്ത് മത്സരിച്ച് ജയിച്ചപ്പോൾ അവിടുത്തെ SDPക്കാർ കൊടി പിടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നിലമ്പൂർ ഇലക്ഷനിൽ ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ കോൺഗ്രസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മത തീവ്രവാദികൾക്കിടയിലുള്ള ലിങ്കായി ഷാഫി പറമ്പിൽ ഈ കോൺഗ്രസിനകത്ത് മാറുകയാണ്. പുറത്തേക്ക് വലിയ മധുര വർത്തമാനം പറയും, പക്ഷെ ഉള്ളിൽ എന്ന് പറയുന്നത് വർഗീയതയാണ്, വിഷമാണ്, സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന സ്വഭാവമാണ്. വടകരയുടെ വോട്ടർമാർക്ക് പറ്റിയ അബദ്ധമാണ് ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഷഹനാസിൻ്റെ വെളിപ്പെടുത്തൽ വന്നു. ഷഹനാസിനെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കുകയാണ്. ഇതാണോ സ്ത്രീപക്ഷ നിലപാട്?
2 FIR ഇട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി. എന്താണ് മാങ്കൂട്ടത്തിനെ പുറത്താക്കാത്തത്? എന്തിനാണ് കോൺഗ്രസ് നേതൃത്വം ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഭയക്കുന്നത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ എന്തിനാണ് ഇവരുടെ മുന്നിൽ മുട്ടുവിറച്ച് നിൽക്കുന്നത്? എന്തൊക്കെ രഹസ്യങ്ങളാണ് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാരുടെ രഹസ്യങ്ങളാണ് ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും അറിയുന്നത്? അതുകൊണ്ടാണ് അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കാത്തത്. ഇന്നലെ കെ മുരളീധരൻ ഉൾപ്പെടെ ചെന്നിത്തല ഉൾപ്പെടെയൊക്കെ വലിയ വായിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. ഒരു ബ്രഹ്മാസ്ത്രവും കണ്ടില്ല, ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുകയാണ്. രാഷ്ട്രീയ അഭയം തന്നെയാണ് ബാംഗ്ലൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കോൺഗ്രസിൻ്റെ ഒരു സമുന്നതനായിട്ടുള്ള നേതാവ്, പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് പോലും ആ കുട്ടിയെ ഇന്നലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വിളിച്ചിട്ട് ഇതൊക്കെ പിൻവലിക്കണം, ഇലക്ഷൻ കഴിയട്ടെ എന്നൊക്കെ പറയുകയാണ്. എന്ത് ധാർമ്മികതയുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്? ധാർമ്മികത എന്നത് ഉണ്ട് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി കാണിക്കണം. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പാലക്കാട് ഇലക്ഷനിൽ നേതാക്കന്മാരുടെ കൂടെ, അവിടുത്തെ MP-യുടെ കൂടെ, പാലക്കാട് എല്ലാ നേതാക്കന്മാരുടെയും കൂടെ നേതൃത്വപരമായിട്ടുള്ള പരിപാടികൾ നേതൃത്വപരമായി പങ്കുവഹിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കോൺഗ്രസിനെ നേതാക്കന്മാരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് പുറത്തേക്ക് വരും. BJP-യുടെ ശ്രീ ഗോപാലകൃഷ്ണൻജി, സംസ്ഥാന ഉപാധ്യക്ഷൻ, അദ്ദേഹമാണ് ഒരിക്കൽ ഈ രാഹുൽ ഷാഫി കൂട്ടുകെട്ടിനെ പറ്റി ഒരിക്കൽ പറഞ്ഞത്. ബഹുമാനനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ശ്രീ രാജൻ ജോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം അത് വലിയ സംശയാസ്പദമായ ബന്ധമാണ്. പലരും പലതും പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതൊക്കെ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 2 പോക്സോ കേസുകൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, 15 കേസുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് എന്നാണ്. പല കേസുകളും ഇവർ ഒത്തുതീർപ്പാക്കുകയാണ്. 2 പോക്സോ കേസുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ആ 2 പോക്സോ കേസിൽ 1 ഒത്തുതീർപ്പാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കേസ് ഒത്തുതീർപ്പാക്കാതെ അത് ഏറിലുണ്ട്. ഏത് നിമിഷവും അത് പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ ഒഫൻഡർ, ലൈംഗികമായിട്ടുള്ള ദാരിദ്ര്യമുള്ള, ലൈംഗിക വൈകൃതങ്ങളുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു നിമിഷം പോലും വെച്ച് പുറപ്പിക്കരുത്, അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പോലീസിന് കൃത്യമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പറഞ്ഞു, ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അത് കേരളത്തിൽ നടന്നിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. അതുമായി ബന്ധപ്പെട്ട കുട്ടി, ആ ആൺകുട്ടി ഏത് ഹോസ്പിറ്റലിലാണ് കാണിച്ചത് എന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിന് അറിയാലോ. കേരളത്തിലെ പോലീസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടല്ലോ. മാധ്യമപ്രവർത്തകർ പലരും അതിൻ്റെ പിന്നാലെയുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുമെന്നും കേരളത്തിൻ്റെ പോലീസ് എന്ന് പറയുന്നത് നിസ്സാരക്കാരൊന്നുമല്ല, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാത്തത് സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഒത്താശയോട് കൂടിയിട്ടാണ്. ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? നമ്മളോ അരിയാഹാരം കഴിക്കുന്ന ആളുകളല്ലേ? ആരെ സസ്പെൻഡ് ചെയ്തു? എന്തൊന്ന് സസ്പെൻഡ് ചെയ്തു? രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ അതേ സാഹചര്യത്തിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നത്. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, അത് BJP-യിലാകട്ടെ, CPM-ലാകട്ടെ, ലീഗിലാകട്ടെ, ജനതാദളിലാകട്ടെ, ഒരാളെ പുറത്താക്കിയാൽ അയാൾക്ക് പൊതു പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? നേതാക്കന്മാരുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ വേണ്ടി സാധിക്കുമോ? പക്ഷേ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്തിരുന്നു. ഈ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള MP-മാരുടെ കൂടെ അദ്ദേഹം ഇടപഴകിയിട്ടുണ്ട്, പരസ്യമായിട്ട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുകയല്ലേ? കോൺഗ്രസിന് എന്ത് ധാർമ്മികതയുണ്ട് പറയാൻ? ഇപ്പോഴും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ വൈകുമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും അക്ഷരാർത്ഥത്തിൽ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലെയും കാത്തുനിന്ന ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർ ഇനി അവരെ ചെരിപ്പൂരി അടിക്കുന്ന സാഹചര്യം വരും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഈ 2 പേരുടെയും കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതോടുകൂടി ആ കൂടി നിന്ന ആയിരക്കണക്കിന് ആളുകൾ ചെരിപ്പൂരി അടിക്കുന്ന സാഹചര്യമാണ് ഇനി കേരളം കാണാൻ പോകുന്നത്.
പറമ്പിൽ എന്തിനാ ഉത്തരം മുട്ടുന്നത്? വലിയ വായിൽ സംസാരിക്കുന്ന വലിയ വാക് സാമർഥ്യമുള്ള ആളല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അറിയാമായിരുന്നല്ലോ. എത്ര പെൺകുട്ടികൾ പരാതിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയും. MA ഷഹനാസ് തന്നെ ഈ ഒരു ദുരനുഭവം പറഞ്ഞു. നിരവധി KSU വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഷാഫിയോട് വിവരം പറഞ്ഞിട്ടുണ്ട്. എന്താ ഷാഫി മിണ്ടാണ്ടിരുന്നത്? ഷാഫിക്ക് അറിയാമായിരുന്നല്ലോ ഇത്തരത്തിലുള്ള വെറും വൃത്തികെട്ടവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് കൃത്യമായിട്ട് ഷാഫിക്ക് അറിയാമായിരുന്നല്ലോ. എന്താണ് ഷാഫി മൗനം പാലിച്ചത്? ഈ ചങ്ങാതി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകണം എന്ന് പറയാൻ ഷാഫി പറമ്പിൽ എന്തിനാ ശ്രമിച്ചത്? ഷാഫി പറമ്പിലിന് എന്താണ് ഇതിനെ കൊണ്ടുള്ള ഗുണം? അതറിയാനാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്കറിയണം, ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ടവനെ സംസ്ഥാന പ്രസിഡന്റാക്കാൻ, അവനെ പാലക്കാട് MLA ആക്കാൻ എന്തിനാണ് ഷാഫി ശ്രമിച്ചത്? അതുകൊണ്ട് ഷാഫിക്ക് എന്താണ് ഗുണം? ആളുകൾ പറയുന്നത് ഇതൊരു ബാർട്ടർ സമ്പ്രദായമാണ്. അത് ആണോ അല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടത് ഷാഫി പറമ്പിൽ MP ആണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.